ചെടി നടൂ ചെടി നടൂ, വീടിനു മുന്നിലൊരു ചെടി നടൂ. എന്തിനാണെന്നറിയോ? നമുക്ക് ടൈം പാസിന്. അത് കവറിലും ആകാം, ഗ്രോ ബാഗിലും ആവാം, കുഞ്ഞു ചിരട്ടയിലും ആവാം. കുഞ്ഞു മാവിലൊരു കുഞ്ഞി മാങ്ങ. ഇത് മൾബറി. ഇത് ബേറാപ്പിൾ. എല്ലാം കായ ഉണ്ടാവണേ ഉള്ളൂ. അത്യാവശ്യം കായക്കൊല. കൂവ, വഴുതന, ചേന, വെണ്ട, അമര, ചക്കരക്കൂവ, മലയിഞ്ചി, പനിക്കൊക്കെ ഉപയോഗിക്കണ. രാമപ്പഴം, പൈനാപ്പിൾ, മഞ്ഞക്കൂവ, ഇത് മഞ്ഞക്കൂവ, ഇത് മഞ്ഞൾ, ഇത് റംബൂട്ടാൻ. എല്ലാം പോട്ടിലാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അപ്പോൾ കുരുമുളക്, ഇത് ബനാന സപ്പോട്ട, കായ ഉണ്ടാവണേ ഉള്ളൂ. മാവ്, ആപ്പിൾ ചെടിയുണ്ട് പോട്ടിൽ. കാന്താരി, നമ്മൾ കണ്ടം കാന്താരി മുളക്, വലിയ മുളകും ഉണ്ട്. കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം. ഇത് ബദാമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ 1000 രൂപ വില കൊടുത്തിട്ട് വാങ്ങണ ബദാം. ചെണ്ടുമല്ലി, ഇത് പുൽത്തൈലം നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, രാമച്ചം. അതാണ് നല്ല മണം. തുളസി, ഇത് മണിത്തക്കാളി. ഇവിടെ ഒന്നും വലിയ പരിചയമില്ല, പക്ഷെ ബാംഗ്ലൂരിലത് ഫുട്പാത്തിലും കൂടി വാങ്ങാൻ കിട്ടും. പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഇത് കറി വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് പാല് നന്നായിട്ട് കിട്ടുമെന്നാണ് പറയുക. എല്ലാ ആരോഗ്യത്തിനും, വയറിൻ്റെ എല്ലാ ആരോഗ്യത്തിനും നല്ലൊരു ചെടിയാണ് മണിത്തക്കാളി. ഇത് ഞാനിതിൻ്റെ പഴം പഴുത്തത് അതുപോലെ അറുത്ത് കഴിക്കും. ഇത് മാങ്ങഞ്ചി.
മാങ്ങ ഇഞ്ചി അച്ചാറുണ്ടാക്കാൻ ചട്നിക്കൊക്കെ ഉപയോഗിക്കും. പേരമരമുണ്ട്, അത്യാവശ്യം പൂക്കളുണ്ട്. റോസാപ്പൂക്കളുണ്ട്. ഇതെല്ലാം അത്യാവശ്യം എൻ്റെ ചെറിയ തോട്ടത്തിലുള്ളതാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. 4.5 സെൻറ്റിലാണ് മകൻ കയറ്റിയ വീടും തോട്ടം, എൻ്റെ തോട്ടം. ഇതുപോലെ ചട്ടികളിലും ചിരട്ടയിലും ഫ്ലവറുകളുണ്ട്. ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് പറയുമല്ലോ. എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെങ്കിലും വെറുതെ കാട് പിടിച്ച് കിടക്കും. നമ്മളിവിടെ ഉള്ള സ്ഥലത്ത് പിച്ചകം, മുല്ല, എല്ലാ പൂച്ചെടികളും അത്യാവശ്യം കല്യാണ സൗഗന്ധികം, നല്ല മണം, സ്വർഗത്തിലെ പൂവ് എന്ന് പറയണത്. ലില്ലി, ഇത് വെള്ള തെച്ചിയാണ്, ചുവന്ന തെച്ചിയുണ്ട്, വെറ്റിലുണ്ട്. ഇത് വയമ്പാണ്. കുട്ടികൾക്കൊക്കെ വയമ്പരച്ച് വെക്കില്ല. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം. ചുക്കുവെള്ളത്തിലിടാം, വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. എൻ്റെ ഇലയ്ക്കും അതേ മണമാണ്. വയമ്പിൻ്റെ അതേ ഗുണം ഇതിൻ്റെ ഇലയ്ക്കുണ്ട്. ഇല ഇട്ടിട്ടും വെള്ളം തിളപ്പിക്കാം. ഇതെൻ്റെ ഫിഷ് ടാങ്കാണ്. ഫിഷ് ടാങ്കിലാണ് വയമ്പിനെ വളർത്തുന്നത്. കുറച്ച് സ്ഥലത്ത് എല്ലാ പച്ചക്കറികളും അത്യാവശ്യം. ഇതാണ് എൻ്റെ ബജ്ജി മുളകിൻ്റെ തൈ. കുറേ അറുത്തു. വഴുതന പൂവിട്ട് നിൽക്കുന്നുണ്ട്, കായൊക്കെ കഴിഞ്ഞു. മണി പ്ലാന്റ്, മുളക് കുറേ തരമുണ്ട്. ഒരു 5-6 തരം ഉണ്ട്. ബജ്ജി മുളക്, ചീനമുളക്, മുളകുണ്ട്, കൊണ്ടാട്ട മുളകുണ്ട്, പനിക്കൂർക്ക, ഡ്രമ്മിൽ മാവ് വെച്ചിട്ടുണ്ട്. നല്ല ഇനം മാവാണ്. കായ എപ്പോൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കായ ഉണ്ടാവുന്നത് വരെ നമ്മളുണ്ടാവുമെന്നും അറിയില്ല. എന്താ വയസ്സൊക്കെ ഒരു 10-61 വയസ്സായി. ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല. മാവ് കായ്ക്കണമെങ്കിൽ ഒരു 5 വർഷമെങ്കിലും വേണം. അത് നാടൻ മാവാണ്. എല്ലാം പേരയാണ്. പേരയ്ക്ക വെട്ടണതിനനുസരിച്ച് വേറെ തലകൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉയരം പോയാൽ നമുക്ക് അതിൽ പഴങ്ങളൊന്നും കിട്ടില്ല. അതിന് ഞാനത് അപ്പോൾ വെട്ടി നിർത്തുകയാണ്. വെട്ടുമ്പോഴൊക്കെ 2 തല 3 തലയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേന, കപ്പ, ഇതൊരു പ്ലാവൻ തൈയാണ്. പോട്ടലാണ് വെച്ചിട്ടുള്ളത്. ഇത് നീല ഉണ്ടമുളകാണ്. കാന്താരി, ഇതൊരു നെല്ലി മരമുണ്ട്. 2.5 വർഷമായതേ ഉള്ളൂ. കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് മുന്തിരി വള്ളി. പന്തൽ എല്ലാം ഞാനൊരുക്കിയ പന്തല. പടരണേ ഉള്ളൂ. പിന്നെ ഇതൊരു ചേന. ചേന പന്തലിൻ്റെ മേലെ പോയി
കൈ കൊണ്ടൊന്നും എത്തില്ല, അത്രയും ഉയരത്തിൽ ചേന പോയിട്ടുണ്ട്. അത് നട്ടിട്ടുള്ളത് ഇവിടെ ഒരു ചാക്കലാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ചെറിപ്പഴം ഇവിടെ ഉണ്ട്. ഇത് അരിനെല്ലി പോലെയാണ് അതിൻ്റെ കായ, അരിനെല്ലിക്ക പോലെ. ടേസ്റ്റ് വേറെയാണ്. ഇലയ്ക്കും നല്ല മണം, ഇലയുടെ മണത്തിനെ പോലെ തന്നെ കായയുടെ ടേസ്റ്റ്. പിന്നെ ഇത് ചാമ്പക്കയുടെ മരമാണ്. സാധാ ചാമ്പയല്ല, പറങ്കി മാങ്ങ പോലത്തെ ചുവന്ന ചാമ്പ. അത് എൻ്റെ പേരക്കുട്ടി ജനിച്ചപ്പോൾ ആസ്പത്രിയിൽ നിന്ന് കൊടുത്തതാണ്. ഇത് ആപ്പിൾ ചാമ്പയാണ്. അതിനും കായായിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോൾ ചെടി നടു, വീടിന് മുന്നിലൊരു ചെടി നടു. എല്ലാവരും നമ്മുടെ പരിസ്ഥിതി ദിനം ജൂൺ 5-ാം തീയതി കഴിഞ്ഞു. എല്ലാവരും നട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.